ശക്തിയുണ്ട്. ആ ശക്തി യഥാർത്ഥത്തിൽ ആസാദിക്കയിലൂടെയാണ് വരുന്നത്. ഡയറക്ടറിനെ അതിന് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ്. എന്നെ ഇങ്ങനെ പല പടങ്ങൾക്ക് മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാനന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആസാദിക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണത്. അതെന്തോ ആസാദിക്കയിലൂടെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം, ഞാനിത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇപ്പോൾ ഈ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജറും ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളൻകൊല്ലി. ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകൊല്ലി. വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റുപോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ്. എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളൻകൊല്ലിയുടെ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാര്യം 100% സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പ്രത്യേകിച്ച് ക്യാമറമാൻ എബിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത്. പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ്. അപ്പം ഈ എൽബൻ എനിക്കൊരു പേര് വിട്ടു, സിംഗിൾ ടേക്ക് സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം. അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും. അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്ഥലമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് കുറച്ച് പേർക്കാനുള്ള വിരോധം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട. എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. അവർക്ക് തീർത്ഥത്തിരാത്ത നന്ദി അറിയിക്കുകയാണ്. തിരക്കിനിടയിൽ അവർ ഓടിയെത്തി. അതുകൊണ്ട് ഹെവിഷേനും ചാണ്ടിച്ചേനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷേ പലരും പലവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും, പലരും പല ഷൂട്ടിലും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട്, ഗുരു കാരണവന്മാരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ലിസ്റ്റും ചേട്ടൻ പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള, രഞ്ജൻ, ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സിനിമയിൽ എൻ്റെ ഭാഗമാണ്. കാരണം ഒരു 6-7 വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത്. അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ അന്ന് 2018 എഴുതിയ ഒരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട്, അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരവധി പ്രോജക്റ്റുകൾ ഓണാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാർ ഒരു അത്ഭുതമാണ് രഞ്ജൻ. കാര്യം 1 വർഷം 2 വർഷം എടുത്താൽ പോലും, ക്ഷമിക്കണം അഭിലാഷ്, കാര്യം 2 വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ 2 ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് 1000 സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1000 സ്നേഹം. ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം മത്സരിച്ചവർ സെറീന, അതുപോലെ ശോഭ വന്നിട്ടുണ്ട്, ബിഗ് ബോസിലെ സീസൺ 5 മറ്റുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന എല്ലാവർക്കും, വിഷ്ണു അതുപോലെ CCFലെ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ഷിജിചേട്ടൻ, ഇനി വിട്ടുപോയി, ഇനിയിപ്പോൾ ചീത്തോട് കേൾക്കണമല്ലാതെ ഇനി ആരും പേര് ഞാൻ പറയുന്നില്ല, സച്ചിൻ ബേബി ഉൾപ്പെടെ, കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 സ്നേഹം അറിയിക്കുകയാണ്. പേര് വിട്ടുപോയവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അപ്പോൾ രതീഷ് ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ പേര് ഓർമ്മ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി, താങ്ക് യു. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് വിടുകയാണ്. അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരുടെ നന്ദിയും ഒക്കെ പറയുന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.